അല്ല, താങ്കളുടെ പല കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ വളരെ ഗൗരവപൂർണ്ണമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു റൊമാൻറ്റിക് ഹീറോ പരിവേഷം എന്നുള്ള നിലയിൽ ഈ ഗോസിപ്പുകൾക്കൊക്കെ അത്രയ്ക്ക് വഴങ്ങാത്ത ഒരു പ്രകൃതമാണെന്ന് പറയാം. അതൊരു പക്ഷേ ഒരു നായകൻ എന്നുള്ള നിലയിൽ ഒരു പരിമിതിയാവുന്നുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ആസ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഞാൻ ഈ റൊമാൻസ് എന്ന് പറയുന്ന വികാരത്തിന് തന്നെ ഞാൻ വളരെ വൾണറബിൾ ആണ്. പക്ഷെ പലരും ഈ റൊമാൻസും പ്രേമവും തമ്മിൽ ഭയങ്കരമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നുണ്ട്. അത് രണ്ടുമാണ്. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഞാൻ കുറച്ച് മെച്ചുവേർഡായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം ഒരു സെറ്റിൽ വെച്ചൊരു നായികയെ കണ്ടു, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, ആ കുട്ടിയെ പ്രേമിച്ചു എന്നൊക്കെ പറയുന്ന പ്രായവും ആ പക്വതയുടെ നിലവാരവും എല്ലാം ഞാൻ കടന്നുപോയിരിക്കുന്നു. ഒരു പെൺകുട്ടിയെ പ്രണയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ പ്രയാണം തന്നെയാണ്. കാരണം ഒരു കുട്ടിയെ പരിചയപ്പെടുക, അറിയുക, സുഹൃത്താവുക, പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സമയത്തിന് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു ബന്ധത്തിന്റെ വളർച്ചയാണ്. അത്രയും സമയം ഇപ്പോൾ എനിക്കില്ല. പക്ഷേ മോഹൻലാലും വേണു നാഗവള്ളിയും പോലെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ പ്രായത്തിൽ പോലും ഈ പ്രേമം എന്ന് പറയുന്നത് അന്യമല്ല എന്നാണ്. ഒരിക്കലുമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം തോന്നി കഴിഞ്ഞാൽ അവർക്ക് ഒരു നായികയുടെ ആ സ്നേഹം തോന്നാം എന്നാണ്. പക്ഷെ താങ്കൾ പറയുന്നത് 27 വയസ്സായപ്പോൾ തന്നെ ആ ഘട്ടം കഴിഞ്ഞു എന്നാണ്. ഇല്ല, ഞാൻ പറയുന്നത് ഈ ഒരു കുട്ടിയെ കണ്ട് ഭംഗി കണ്ട് പ്രണയിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആ രീതിയിൽ ലാലേട്ടനും വേണു നാഗവള്ളിയെങ്കിലും തമ്മിലൊക്കെ ഞാൻ ഒരുപാട് അന്തരം കാണും. പക്ഷെ ഒരു കുട്ടിയെ കണ്ട് ഭംഗി കണ്ട് എനിക്ക് പ്രണയിക്കാൻ പറ്റില്ല. ഇൻഫാച്ചുവേറ്റഡ് ആവും. ഒരു കുട്ടിയുടെ ഭംഗിയിൽ ഇൻഫാച്ചുവേറ്റഡ് ആകാം, ഒരു കുട്ടിയുടെ ചേഷ്ടകളിൽ ഇൻഫാച്ചുവേറ്റഡ് ആകാം. പക്ഷെ ഇൻഫാച്ചുവേഷനും പ്രണയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് അറിയാനുള്ള വിവരവും വിദ്യാഭ്യാസവും പ്രായവും എനിക്കായി. എന്ന് പറഞ്ഞാൽ അതിന്റെ വൈകാരിക അംശം പൂർണ്ണമായും മാറ്റി നിർത്തുന്നു എന്നാണോ അർത്ഥം? അല്ലല്ല, അതിന്റെ ഇമോഷണൽ അംശം പൂർണ്ണമായും മാറ്റി നിർത്തുന്നുള്ളതാണ്. വൈകാരികതയിൽ തന്നെ വേർതിരിവുകളുണ്ട്. നല്ല മനുഷ്യന് വാസ്തവത്തിൽ ഇമോഷൻസ് അല്ലേ ഉണ്ടാവുക? അല്ല, ഞാൻ പറയുന്നത് അതാണ് പറഞ്ഞത്, ഈ വൈകാരികതയ്ക്ക് തന്നെ വേർതിരിവുകളുണ്ട്. ഒരു പെൺകുട്ടിയെ കണ്ടു, നമുക്ക് ഭ്രമം തോന്നി, അതാകും എന്റെ പ്രായത്തിൽ പ്രത്യേകിച്ചാകും, ആവണം. പക്ഷെ ഭ്രമം വേറെ, പ്രണയം വേറെ. പ്രണയം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. ആ ഒരു ബന്ധത്തിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സമയം വേണം. എന്ന് പറഞ്ഞാൽ സിനിമയിൽ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പ്രണയം വരികയും കട്ട് എന്ന് പറയുമ്പോൾ പ്രണയം അവസാനിക്കുകയും ചെയ്യുന്നത് പോലെയാണ് താങ്കളുടെ മനുഷ്യബന്ധങ്ങൾ എന്നാണോ? അല്ലല്ല, എന്റെ മനുഷ്യബന്ധങ്ങൾ വളരെ ആഴത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ മനുഷ്യബന്ധങ്ങളിലേക്ക് ഞാൻ വളരെ വൾണറബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ അങ്ങനെ ബന്ധങ്ങളിലേക്ക് എളുപ്പം വഴിതിരിച്ച് വിടാറില്ല. കാരണം എനിക്കൊരു ബന്ധമുണ്ടായാൽ ഞാൻ ആ ബന്ധത്തിലേക്ക് വളരെ വളരെ വൾണറബിൾ ആണ്. അതെന്റെ സുഹൃത്തുക്കളാണെങ്കിലും എന്റെ അമ്മയാണെങ്കിലും എന്റെ ജ്യേഷ്ഠനാണെങ്കിലും. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇല്ലാത്തത്. ഞാൻ ബന്ധങ്ങൾക്ക് വില കൂടുതൽ കൽപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ സ്വീകരിക്കാത്തത്. ചില സ്നേഹബന്ധങ്ങൾ ഉള്ളത് മനസ്സിന് നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ എനിക്കങ്ങനെ ഒരു ബന്ധങ്ങളുടെ ഒരു വരൾച്ചയൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ആ കാര്യത്തിൽ സംതൃപ്തനാണ്. എനിക്ക് വളരെ സന്തുഷ്ടമായൊരു കുടുംബാന്തരീക്ഷമുണ്ട്. സ്നേഹനിധിയായ ഒരു അമ്മയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ചേട്ടനുണ്ട്, ഒരു ചേട്ടത്തി അമ്മയുണ്ട്, ചേട്ടൻ 2 കൊച്ചുകുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വളരെ ചെറിയ ഒരു സുഹൃത്ത് വലയമുണ്ട്. സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വളരെ ചെറിയൊരു സുഹൃത്ത് വലയമുണ്ട്. ഇത്രയും ആരാധികമാരുള്ള ഒരു സിനിമാ താരം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ആണുള്ളതെങ്കിൽ ഒരുപക്ഷെ അത് വിരസമാണ് എന്ന് തോന്നിക്കൂടെ? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ അതാണ് അവിടെയൊക്കെയാണ് നമ്മൾ സ്വയം മതിമറക്കാൻ പാടില്ലാത്തത്. കാരണം ഞാൻ സിനിമയിൽ വന്നപ്പോൾ എനിക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്കൊരു 20 വയസ്സാകുമ്പോൾ തന്നെ ഈ പെൺകുട്ടികൾ കത്തയക്കുക, ഫോൺ വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തോതിൽ സംഭവിച്ചാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ വളർന്ന ചുറ്റുപാടിലൊക്കെ ഞാനത് കണ്ടുകൊണ്ടാണ് വളർന്നത്. ഈ പെൺകുട്ടികൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്റെ കഥാപാത്രങ്ങളെയാണ്. എന്റെ സിനിമകൾ കണ്ട്, എന്റെ കഥാപാത്രങ്ങൾ കണ്ട് അവർ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പൃഥ്വിരാജ് ഉണ്ട്. യഥാർത്ഥ പൃഥ്വിരാജ് അത്രയും ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. യഥാർത്ഥ പൃഥ്വിരാജ് ഒരു സാധാരണ 26 വയസ്സുകാരനാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം എനിക്കുള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും മതിമറന്നു പോകാത്തത്. ആ കാര്യത്തിൽ ഞാൻ വളരെ അനുഗ്രഹീതനാണ്. കാരണം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എന്റെ ചിന്തകൾ, എന്റെ തീരുമാനങ്ങളെല്ലാം ഇത്രയും പക്വമാകുന്നത്. അതല്ലാതെ അങ്ങനെ ഒരു മതിമറന്നു പോകുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളൊരു ജീവിതാനുഭവത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയിലുള്ള പൃഥ്വിരാജിന്റെ അത്രയും ആകർഷണീയത സിനിമയ്ക്ക് പുറത്തുള്ള പൃഥ്വിരാജ് എന്ന വ്യക്തിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഒരിക്കലും ഇല്ല. കാരണം സിനിമയ്ക്ക് പുറത്തുള്ള പൃഥ്വിരാജ് 10 പേരെ ഇടിച്ചിടാൻ മാത്രം ബലിഷ്ഠമായ പൃഥ്വിരാജോ, അല്ലെങ്കിൽ വഴിയെ പോകുന്നൊരു പെൺകുട്ടിക്ക് വണ്ടിയിൽ ലിഫ്റ്റ് കൊടുത്തിട്ട് നീ കാഞ്ഞിരപ്പള്ളിക്ക് വരുന്നു അവിടെ എന്തും വിളയുമെന്ന് പറയാൻ മാത്രം ചങ്കൂറ്റമുള്ള പൃഥ്വിരാജോ, അല്ലെങ്കിൽ വണ്ടി കഴിക്കൊണ്ട് നിൽക്കുമ്പോൾ ബാലാമണി 143 എന്ന് പറയാൻ മാത്രം കുസൃതിയുള്ള ഒരു പൃഥ്വിരാജോ അല്ല. താങ്കൾ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിക്കുന്നത് പ്രേമിച്ചായിരിക്കുമെന്ന്. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ താങ്കളുടെ കൂടെ ഇത്രയും കാലം അഭിനയിച്ച അഭിനേത്രികളിൽ ആർക്കെങ്കിലും ആ സങ്കല്പത്തിന് കുറച്ചെങ്കിലും അടുത്ത് വരാൻ കഴിയുന്നുണ്ടോ? എല്ലാവരും വളരെ സുന്ദരികളാണ്.
ഇവരെല്ലാരും ഞാൻ ഇൻഫാച്വേറ്റഡ് ആയിട്ടുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ നായികമാരിലും ഞാൻ ഇൻഫാച്വേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ജീവിത പങ്കാളി ആകാൻ മാത്രം കമ്പാറ്റബിലിറ്റി ഉണ്ടോ എന്നെനിക്കറിയില്ല. കാരണം ഈ നായികമാരൊക്കെ ഞാനൊരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു 40 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണും. അത് കഴിഞ്ഞ് നമ്മൾ ശരി ഓക്കെ ബൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കാണുക. വളരെ നീണ്ട കാലയളവ് ഒരു പെൺകുട്ടിയുമായിട്ട് പരിചയം നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ പ്രണയിക്കാനൊക്കെ പറ്റൂ. അല്ല, ഒരുപക്ഷെ താങ്കൾ ഒരു കരിയറിസ്റ്റ് ആയതുകൊണ്ട് മനുഷ്യബന്ധങ്ങളെ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞൂടെ? പറയാം. ഞാനത് ഇതിനു മുമ്പ് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യ, കാമുകി അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ട് കടന്നു വരുന്ന പെൺകുട്ടി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുകളിൽ ഞാൻ വെക്കാൻ പോകുന്ന ഏറ്റവും അൺഫെയർ ഡിമാൻഡ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കും ആ കുട്ടി. കാരണം ഇനി മരണം വരെ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന സിനിമയായിരിക്കും. അപ്പോൾ അതിന് തയ്യാറാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതൊരു ഫെയർ ഡിമാൻഡ് അല്ല. പക്ഷെ അതിന് തയ്യാറായാൽ മാത്രമേ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ഒരു പെൺകുട്ടിക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാവും. താങ്കളുടെ ആ വിചാരത്തിലെ ഒരു സ്ത്രീകൾക്കെതിരായ ഒരു മുൻവിധി ഉണ്ടോ എന്ന് സംശയിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ താങ്കളെ കരിയറിൽ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന, താങ്കളോട് തന്നെ ബുദ്ധിപരമായി ഒപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടിക്കൂടുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ ഒരു സെക്കൻഡറി സ്റ്റേറ്റസ് കൊടുക്കുന്നത്? ഇല്ല, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രയോറിറ്റി സിനിമയായിരിക്കും. കാരണം എൻ്റെ ഏറ്റവും വലിയ പ്രണയം സിനിമയായിരിക്കും. ഈ പറയുന്ന ഉത്തരം ഇനിയും ഒരു 5 വർഷം കഴിഞ്ഞ് നേരെ ജോയിൽ വന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മാറിയേക്കാം. ഞാൻ സംസാരിക്കുന്ന ഇന്നത്തെ പൃഥ്വിരാജിനെ പറ്റിയാണ്. ഇന്ന് എൻ്റെ മനസ്സിൽ സിനിമയ്ക്ക് മുകളിൽ ഒരു പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുത്തൊരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു പക്ഷേ ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ലായിരിക്കും, അറിയില്ല. അല്ല, ഒരു പരോക്ഷമായി പറഞ്ഞാൽ താങ്കൾ ഒരു ഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ് ആയിരിക്കില്ല. എപ്പോഴും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും സിനിമയുമായി. പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാവുന്നത്, കല്യാണം കഴിഞ്ഞാൽ ഞാനൊരു 1 വുമൺ മാൻ ആവാനാണ് സാധ്യത. കാരണം എൻ്റെ ഒരു ഇന്റൻഷനും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും എൻ്റെ ഒരു നിരീക്ഷണവും എല്ലാം അങ്ങോട്ടാണ് എനിക്ക് തന്നെ സൂചന നൽകുന്നത്. ഞാൻ മിക്കവാറും ഒരു 1 വുമൺ മാൻ ആയിരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആദ്യ പ്രണയം എപ്പോഴും സിനിമയായിരിക്കും. വെറുതെ ഒരു ഗോസിപ്പ് എന്നുള്ള നിലയിലില്ല. താങ്കൾ ഇപ്പോൾ ഉടൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു, ഇപ്പൊ സമൃദ്ധയുമായി താങ്കളുടെ വിവാഹം അടുത്ത ദിവസം നടക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലൊക്കെയുള്ള SMS വളരെ പ്രചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ ചെറുപ്പക്കാരനായ നായക നടനായതുകൊണ്ട് മാത്രമാണോ അത്തരം ഇത് ഉണ്ടാവുന്നത്? എനിക്ക് ഇവരായിട്ടൊക്കെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. ഞാൻ സമൃദ്ധയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. സമൃദ്ധയുടെ അച്ഛനും അമ്മയും സമൃദ്ധയെ ഞാനും ഒരുമിച്ച് സമൃദ്ധയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഏതോ ഒരു വിശേഷ ദിവസം നമ്മൾ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ നവ്യയാണെങ്കിലും കാവ്യാണെങ്കിലും എല്ലാം, ഭാവനയാണെങ്കിലും എല്ലാവരും തന്നെ നമ്മൾ അങ്ങനെ പരസ്പരം കുടുംബാംഗങ്ങൾ പോലും പരസ്പരം അറിയാവുന്ന ഒരു ലെവൽ ഓഫ് ഇന്റിമസിയാണ് നമ്മൾ തമ്മിലുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് കേട്ട് ഞാനും സമൃദ്ധി ഒരുപാട് ചിരിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡമൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. പത്രം വായിക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ